നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് സാഹിത്യചിന്തയാണ് നടത്തേണ്ടത്. ഇന്നത്തെ സാഹിത്യചിന്തയിൽ ഒരു സംശയവും വേണ്ട. ഭജഗോവിന്ദത്തിൻ്റെ 13ാമത്തെ ശ്ലോകം ഏറ്റവും അവസാനത്തെ ശ്ലോകമാണ്. 12 ശ്ലോകങ്ങളിലൂടെ ഒരു വൈയാകരണനെ ശ്രീമദ് ശങ്കരാചാര്യ ഭഗവത്പാദ ആചാര്യൻ ഉപദേശിക്കുകയുണ്ടായി. ആ ഉപദേശങ്ങൾ ഇന്നാർക്ക് വേണ്ടി ശങ്കരാചാര്യ സ്വാമികൾ ആചാര്യൻ ഉപദേശിച്ചതാണ് എന്ന് പറയുന്നതാണ് 13ാമത്തെ ശ്ലോകം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 13ാമത്തെ ശ്ലോകമാണ്. ഒരു വൈയാകരണന് വേണ്ടി ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികൾ നൽകിയ 12 ഉപദേശങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച 12 ശ്ലോകങ്ങൾ. അദ്ദേഹം ഈ ശങ്കരാചാര്യരെ ഒന്ന് വിശേഷിപ്പിക്കുകയാണ്. സർവവിദ്യാവിശാരദനായ ശങ്കരാചാര്യൻ. അദ്ദേഹത്തിന് എല്ലാവിധ വിദ്യകളും കൈവശമായിരുന്നു. അദ്ദേഹത്തിന് സർവജ്ഞപീഠം കയറുക എന്ന് പറയുന്ന ഒരു മത്സരത്തിലൂടെ എല്ലാ ജ്ഞാനങ്ങളുടെയും അറിയാവുന്ന ആളാണെന്ന് തെളിയിച്ചുകൊണ്ട് ഉള്ള ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ ജയിക്കുന്ന ആളാണ് സർവജ്ഞപീഠം കയറുക എന്ന് പറയുന്നത്. ശ്രീ ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. ഈ 13ാമത്തെ ശ്ലോകം, അതായത് ദ്വാദശമഞ്ജരീക സ്തോത്രം എന്ന് പറയുന്ന ഭജഗോവിന്ദം എന്ന് തുടങ്ങുന്ന ഈ ചെറു കൃതിയുടെ ദ്വാദശമഞ്ജരീകാ സ്തോത്രത്തിൻ്റെ അവസാനത്തെ ശ്ലോകമായ 13ാമത്തെ ശ്ലോകമായ ആ ശ്ലോകം ഒന്ന് വായിക്കുകയാണ്. ദ്വാദശമഞ്ജരികാഭിരശേഷ ദ്വാദശമഞ്ജരികാഭിതശേഷ കഥിതോ വൈയാകരണരൈസഷ കഥിതോ വൈയാകരണസ്യൈഷ ഉപദേശാഭൂത് വിദ്യാനിപുണൈ ഉപദേശാഭൂത് വിദ്യാനിപുണൈ ശ്രീമദ് ശങ്കര ഭഗവച്ചരണൈ ശ്രീമദ് ശങ്കര ശരണൈ ശ്രീ ഭഗവത ശരണൈ. ശ്ലോകം ഒന്നുകൂടെ പറയുകയാണ്. ദ്വാദശമഞ്ജരികാഭിരശേഷ. ദ്വാദശമഞ്ജരിക എന്ന പേരിൽ വിശേഷപ്പെട്ട ഈ ശ്ലോക സംഹിത, ശ്ലോകങ്ങളുടെ ഈ കൂട്ടത്തെ കഥിതോ വൈയാകരണൈസ്യൈഷ, ഒരു വൈയാകരണനു വേണ്ടി ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികൾ കഥിച്ചതാണ്, രചിച്ചതാണ്, പറഞ്ഞു കൊടുത്തതാണ്, അദ്ദേഹത്തെ ഉപദേശിച്ചതാണ്. ദ്വാദശമഞ്ജരികാഭിരശേഷ ദ്വാദശമഞ്ജരികാഭിരശേഷ കഥിതോ വൈയാകരണസൈഷ ഉപദേശാഭൂ വിദ്യാനിപുണൈ. വിദ്യാനിപുണനായ സർവവിദ്യ വിശാരദനായ സമർത്ഥനായ ശ്രീമദ് ശങ്കര ഭഗവത ചരണൈ, ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ഉപദേശിച്ചതാണ്. അപ്പോൾ ഭജഗോവിന്ദം അല്ലെങ്കിൽ ദ്വാദശാഞ്ജലിക സ്തോത്രം എന്ന് പറയുന്ന ഈ ചെറിയ കൃതി 12 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. 13ാമത്തതിൻ്റെ ഫലശ്രുതിയാണ്. ഈ 13 ശ്ലോകങ്ങൾ സർവവിദ്യാ വിശാരദനായ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ഒരു വൈയാകരണനു വേണ്ടി ഉപദേശരൂപേണ രചിച്ച ചില ശ്ലോകങ്ങൾ മാത്രമാണ്.
അതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥം. സർവവിദ്യാവിശാരദനായ ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദാചാര്യരാൽ ഒരു വൈയാകരണനു വേണ്ടി ദ്വാദശമഞ്ജരീകം എന്ന ഈ 12 ശ്ലോകങ്ങളെ കൊണ്ട് എല്ലാ നല്ല ഉപദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് രചിച്ച ഈ ശ്ലോകങ്ങൾ ഭഗവത് പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. ശ്ലോകം ഒന്നുകൂടി വായിക്കുകയാണ്. ദ്വാദശമഞ്ജരീകാഭിരശേഷ കഥിതോ വൈയാകരണസൈഷ ഉപദേശാഭൂത് വിദ്യാനിപുണൈ ശ്രീമശങ്കര ഭഗവതചരണൈ ശ്രീമശങ്കര ഭഗവത്ചരണൈ ശ്രീമശങ്കര ഭഗവതചരണൈ. ഭജഗോവിന്ദം എന്ന ഈ ചെറിയ കവിതാ സമാഹാരം എനിക്കറിയാവുന്ന പോലെ ഒന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. അടുത്ത ദിവസം മുതൽ നമ്മുടെ സാഹിത്യചിന്ത എന്ന് പറയുന്ന ഈ ആഴ്ചയിലൊരു ദിവസം ഞാൻ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ മറ്റൊരു ഭക്തിനിർഭരമായ മറ്റൊരു ചെറിയ പുസ്തകത്തെ പരിചയപ്പെടുത്തി തരാം. ഒരുപക്ഷെ അല്ലെങ്കിൽ കനകധാരയെ പറ്റിയാകാം, ശ്യാമളാദണ്ഡകത്തെ പറ്റിയാകാം, വിഷ്ണു ഭുജംഗമാകാം, ശങ്കര പാദങ്ങൾ ശിവഭുജംഗമാകാം, ഏത് വേണമെങ്കിലാകാം. വിഷ്ണു ഭുജംഗവും ശിവഭുജംഗവും ഒക്കെ ശങ്കരാചാര്യസ്വാമികൾ അമ്മയ്ക്ക് വേണ്ടി തൻ്റെ അമ്മയ്ക്ക് വേണ്ടി മരണഭയം നീങ്ങുന്നതിന് വേണ്ടി രചിച്ച ചെറിയ ചെറിയ കീർത്തനങ്ങൾ പോലെയുള്ള പുസ്തകങ്ങളാണ്. അവയൊക്കെ പലരും ചൊല്ലാറുണ്ട്. ദിവസം ചൊല്ലുന്നവരുണ്ട്, ചിലർ ചില ദിവസങ്ങളിൽ മാത്രം ചൊല്ലുന്നവരുണ്ട്, അർത്ഥം അറിഞ്ഞ് ചൊല്ലുന്നവരുണ്ട്, അറിയാതെ ചൊല്ലുന്നവരുണ്ട്. ഏതായാലും അതൊക്കെ വായിക്കുന്നത് നല്ലതാണെന്നേ എനിക്ക് പറയാനുള്ളൂ. എനിക്കാകും വിധം ഞാനത് അർത്ഥം മനസ്സിലാക്കി തരാം. എന്നിട്ട് വായിക്കുമ്പോൾ അതിനൊരു ഒന്നുകൂടി ഒരു സുഖം ഉണ്ടാവും എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ആ ചെറിയ 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 വളരെ ചെറിയതാണ് കേട്ടോ, ആ അറിവ് ഞാൻ നിങ്ങൾക്ക് കൂടി പകർന്നു തരികയാണ്. അപ്പോൾ ഇവിടെ ഭജഗോവിന്ദ സമാപിക്കുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.